ഹായ് ഗൈസ്. സോ ഞാൻ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു. പിന്നെ വീട്ടിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്യാനുള്ള മൂഡില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗോ ഫോർ എ വാക്ക്. ഇന്ന് കാർഡിയം കൂടിയാണ് ദിവസം. ഇന്നലെ ആയിരുന്നു കാർഡിയോ ദിവസം. ഇന്നലെ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ മടി പിടിച്ചിരുന്നു, ഫുൾ ദിവസം വേസ്റ്റാക്കി. അതുകൊണ്ട് ഇന്നിപ്പം ഒരു കുരു വരുന്നുണ്ടല്ലോ എൻ്റെ ഇടയ്ക്ക് കൂടെ. ഇതിനൊക്കെയാണോ കണ്ണൊക്കെ ഇരിക്കണ നോക്കുക. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ കാണിച്ചിരുന്ന ആലോചിക്കുമായിരുന്നു. ക്യൂട്ടല്ലേ? നിങ്ങൾക്ക് അവിടെ താറാക്കളെ കാണാൻ പറ്റണ്ട ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഓ സോ ക്യൂട്ട്, സോ ക്യൂട്ട്. കറക്റ്റ് നമ്മൾ മറ്റേ പടം വരയ്ക്കണ താറാവ്, പച്ച നെക്കൊക്കെ ആയിട്ട്. ഓ സോ ക്യൂട്ട്, സോ ബ്യൂട്ടിഫുൾ. സോ ഇത്രയും ഞാൻ സൂം ചെയ്തിരിക്കണേ ശരിക്കും അങ്ങ് അവിടെയാണ്, കണ്ടോ ഇവിടെയാണ്. ഓ ഇത് രസമൊരു നീന്തണ കാണാൻ. നോക്ക്, ഓ നീ കാലൊക്കെ ഇന്നൊരു പൂച്ചക്കുട്ടിനെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഓ മൈ ഗോഡ്, സോ പ്രിറ്റി, സോ പ്രിറ്റി. സോ എനിക്ക് ഇവിടുത്തെ ഈ 2 സ്റ്റോൺ വെച്ചിട്ടുള്ള പില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ അത്. ഇതൊക്കെ അവിടെ ബ്രൈഡും ഗ്രൂമിൽ നിന്ന് കാണുന്നിട്ട് ഇവിടെ നിന്നൊരു ഫോട്ടോ. ഓ മൈ ഗോഡ്, പൊളിയായിരിക്കും. മേ ബി ഐ ഷുഡ് ട്രൈ ഇറ്റ്. സോ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇച്ചിരി പാർക്ക് വൈബ്സ് ആണ്. കുറേ വലിയ ആൾക്കാരുടെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് ഇവിടെ. നല്ല 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 ട്രീസ്, ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. സൈഡിൽ കൂടെ കനാല് നല്ല ഭംഗിയിൽ ഒഴുകണു. ഇറ്റ്സ് സോ പ്രിറ്റി, സോ പ്രിറ്റി. ഇതൊന്നുമല്ല, വേറൊരു സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേ. 3 days in April 1865 follow the time of the devastation and of the emotions of defeat for many of the evacuation and burning of Richmond exhibit. ഓ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, കണ്ടോ ഇത് ഭംഗിയാണ് നോക്ക്. സച്ച് എ പ്രേരി പ്ലേസ്. കണ്ടോ ഇവിടെ എന്തൊക്കെയോ വെൽക്കം ടു കനാൽ വാക്ക്. സോ അതിൻ്റെ പേര് കനാൽ വാക്ക് എന്നാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് ഡാം പോലെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് കുറച്ച് തടയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കണ്ടോ നല്ല വൃത്തിക്കിരിക്കണു. ഇവിടെ ഇത് ഇങ്ങനെ ചാടി ചാടി വരുന്നത്. സോ ബേസിക്കലി ഇവിടെ നിന്ന് കണ്ടോ അവിടെ ഒരു ചെറിയ ഡാം പോലെ ഉണ്ട്. സൺസെറ്റിലൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ഒരു പാലം കണ്ടോ, ആ പാലത്തിൻ്റെ താഴെ ഒരു പാലമുണ്ട്, അവിടെ നടക്കാൻ പറ്റും. ഒരു ഹട്ടുപാലം പോലത്തെ സ്ഥലമാണ്. പക്ഷേ ഈ ട്രെയിൻ സോ പ്രിറ്റി. ഇത് ഫുൾ ഇങ്ങനെ തിരിഞ്ഞ് അതുകൂടെ പോയിട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് ആ ട്രെയിൻ. ഇറ്റ്സ് എ ലോങ് ട്രെയിൻ. ഇത് ഭംഗിയാണ് നോക്ക്. സോ പ്രിറ്റി റൈറ്റ്. സോ രാത്രി വരുമ്പോൾ സിറ്റി ലൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റും നമുക്ക്. നൈസ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പാഡ്ലിംഗ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് പറയണത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും തോന്നേ കണ്ടോ ക്ലിയർ ആണ്, താഴെ വരെ കാണാൻ പറ്റും. കണ്ടോ അവിടെ ബോട്ടിലൊക്കെ സീ റാഫ്റ്റിംഗ്. ഓ അത് ഈ സ്ഥലമായിരുന്ന. ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം, പക്ഷെ ഇവിടെയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ചേച്ചിപ്പോൾ ചാടും. എപ്പോ പണിത് നോക്ക്. ഇവിടെ കണ്ടോ ഇവിടെ വേറെ റിമെയിൻസ് ഇരിക്കുന്നുണ്ടോ ബ്രിഡ്ജിൻ്റെ. സോ ഇവിടെ ഓൾറെഡി വേറൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു പണ്ട്. പൊട്ടിപ്പോയി ആൾക്കാർ ലൈക്ക് അത്രയും പ്രായമായപ്പോൾ പൊട്ടിപ്പോയതായിരിക്കും തോന്നണം. സോ അതിൻ്റെ റിമെയിൻസ് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ സ്റ്റോറി എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്കൂട്ടർ കിടക്കുന്നുണ്ടോ. ലൊക്കേറ്റ് ചെയ്യുമ്പോൾ എവിടെ വെള്ളത്തിനകത്ത്. ഓ നോക്ക് അവിടെ ഒരു ആമയുണ്ട്. ആമാ എന്താ ഇതിൻ്റെ അകത്തൊരു ആമ. യു ക്യാൻ സീ ഇതേ പോണം. എന്നെ പറ്റിച്ച് പോകാനായിരിക്കാം. ദാറ്റ്സ് നൈസ്. കണ്ടോ ചുമ്മാ നമ്മൾ നോക്കിയാൽ ഇവിടെ ഉണ്ട് ആമക്കുട്ടൻ. വെറുതെ ഇല്ല അവർ നോക്കിക്കൊണ്ടിരുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് കൻ സീ. അതെ അതിനെ കാണാൻ ഭംഗിയില്ല ആക്ച്വലി. ശരിയുടെ പ്രിറ്റി ആവണ്ടേ, പ്രിറ്റി. കായനൊളി അവിടെ ഒരു സ്റ്റെയർസ് കണ്ട, മുകളിലേക്ക് പോണ സ്റ്റെയർസ്. അങ്ങനെ
തുറന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ കയറാമെന്നുകൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷെ തുറന്നിട്ടില്ല തോന്നുന്നു. അത് എവിടേക്ക് പോകണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പുറത്തുള്ള ഹൈവേ തിങ്കൈനോ ഇവിടേക്ക് ആകുമ്പോൾ കാടായി അങ്ങനെയില്ലല്ലോ, കൊടും കാടായി. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നടക്കാൻ വരുമ്പോൾ ഇവിടെ ഇല്ല, ലൈക്ക് ജെയിംസ് റിവറിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിൽ നടക്കാൻ പോകുമ്പോൾ ഞാൻ മാനുകളെ കാണാറുണ്ട്. ഇറ്റ്സ് നൈസ്. ചിലപ്പോൾ ഉണ്ടാവിനകത്ത് പുലിയൊന്നും ഉണ്ടാവില്ല ഭർത്താവ്. ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണല്ലേ. ബാക്കിൽ എൻ്റെ മുഖം കൂടെ കൊണ്ടുവന്നാലല്ലേ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. ഇങ്ങനെയല്ല വീഡിയോസ് എടുക്കാം. സോ ഇത് പറഞ്ഞാൽ ഇത് സ്റ്റേഴ്സ് ടു സീനിക് ഓവർലുക്ക്. അവരെന്നെ സീനിക് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ പിന്നെ സീനിക് ഓവർലുക്കിൽ നടക്കാം. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, നമ്മൾ മൈൻഡാക്കാനുള്ള ഒരു സീനിക് ഓവർലുക്കിലേക്ക് നടക്കാം. അതാണ് സീനിക് ഓവർലുക്ക്. അതായ മതി. തിങ്ക് ദാറ്റ് ഇസ് ദ തിങ്. ഇവിടെ ഇങ്ങനെ കുറേ ട്രെയിൽസ് ഉണ്ട്, അവിടെയൊക്കെ ജോയിൻ ചെയ്യണം. ഇതൊക്കെ ഉണ്ട്. നൈസാണ്. സോ നമ്മൾ നടന്നു വന്ന വഴി അതാണ്. സ്റ്റേഴ്സ് കയറി ഇങ്ങോട്ട് വന്നാൽ ഈ സ്റ്റേഴ്സ് വർക്ക് ചെയ്യില്ലായിരുന്നു. സോ നേരത്തെ കൊണ്ട് സ്റ്റേഴ്സ് അതായിരുന്നു. നല്ല എനിക്കിഷ്ടപ്പെട്ടു. രാത്രി ഇങ്ങോട്ട് വരണം, അത് മൊത്തം ലൈറ്റായിരിക്കും. സോ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സിറ്റി, അതിൻ്റെ ക്യാപിറ്റൽ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം തൊട്ടടുത്താ, എൻ്റെ വീട് അതിൻ്റെ അപ്പുറത്താ. വലിയ സിറ്റി ഒന്നല്ല, പക്ഷേ ലൈക്ക് ദ സിറ്റി. ഇവിടെ കുറേ നാൾ ജീവിച്ച കാരണം തോന്നുന്നു, ഒരു 3-4 വർഷമായില്ല ഇപ്പോൾ. ഇതാണ് സീനിക് ഓവർലുക്ക്. ആക്ച്വലി ഇത് നൈറ്റ് വരാണെങ്കിൽ നൈസ് ഓവർലുക്കാണ് ആക്ച്വലി. സ്പോട്ടിൽ നിന്ന് മാറിയപ്പം സോ ഞാൻ അവിടെ നിന്ന് റീലൊക്കെ എടുത്തായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങി. യാ നൈസ്. ഒരു പട്ടീനൊക്കെ കണ്ടു, നൈസായിരുന്നു. മറ്റേ ആച്ചി തണ്ടൻ കണ്ണിയമ്മ ആ പാട്ടില്ലേ, ആ പാട്ടം. എൻ്റെ പട്ടിക്കുട്ടി. ഞാൻ എവിടെയോ എത്തി. നോ ഫോക്സ്. സ്ഥലം മനസ്സിലായി. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല ഒരു ബ്രിഡ്ജ് പൊട്ടിയത്, അതിൻ്റെ അടുത്തെത്തി നമ്മൾ. സോ ഞാൻ നേരത്തെ അവിടെയായിരുന്നു. കണ്ടോ ആ ബ്രിഡ്ജ് അല്ല, അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ടോട്ടലി പുതിയൊരു വഴിയായി ഇവിടെ. ഇതൊക്കെ ദാറ്റ്. ഞാനാണെങ്കിൽ അത് കൂടെ നടന്നത് താഴത്തെ ആ ബ്രിഡ്ജിൽ കൂടെ. ഞാൻ ഇവിടെ എത്തി. ഞാൻ കാണാൻ നല്ല ഭംഗിയാണേ, അത് ചോയും. കണ്ടോ റെയിൽ പാളൊക്കെ ആയിട്ട്. ഇറ്റ്സ് നൈസ് റൈറ്റ്. അങ്ങനെ അവിടെ ഒരു ട്രെയിനൊക്കെ ഉണ്ട്. അത് ഇച്ചിരി മഴ പെയ്തു തുടങ്ങി. വെതറിലുണ്ടായിരുന്നു, ഫോർകാസ്റ്റിലുണ്ടായിരുന്നു മഴ പെയ്യുന്നത്. പക്ഷെ 3 മണി വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 5 മണിയായി. എന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് മഴ പെയ്യാൻ കണ്ടത്. വെതർ നോക്കി ഇറങ്ങി ഞാൻ പൊട്ടനാ. ഇത് ഭംഗിയല്ലേ കാറ്റിലൊക്കെ കാണാൻ. സോ ഇത് ഭംഗിയല്ലേ. വെള്ളം നീങ്ങാത്ത പോലെയില്ല, പക്ഷെ വെള്ളം കുത്തി ഒഴുകുക. ഞാൻ വിചാരിച്ചത് എനിക്ക് അറിയണ സ്ഥലമാണ് എത്താൻ, പക്ഷേ ഈ സ്ഥലം എനിക്കറിയില്ല. ഡൗൺ ടൗൺ എന്നറിയാം, ബിൽഡിങ്സൊക്കെ കണ്ടപ്പോൾ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഈ സ്ഥലം എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്കറിയണ സ്ഥലമാണ് ബിൽഡിംഗ് കണ്ടപ്പോൾ, പക്ഷേ റിച്ച്മണ്ട് ആയതുകൊണ്ട് എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയണതുണ്ടാവും എന്നുള്ളൊരു ഇതിലാണല്ലോ എപ്പോഴും വണ്ടി ഓടിച്ചോണേ. കണ്ടോ വേറെ താറാവിങ്ങനെ എൻജോയ് ചെയ്തത്. നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റുന്നത് ട്രെയിനിൻ്റെ ശബ്ദം ഗൈസ്. ഞാൻ അടുത്ത് ഒച്ചടോ കുഞ്ഞിടൊക്കെ ഉണ്ട്. ഓ ഗോഡ്, സോ ക്യൂട്ട്. അയ്യോടാ, ഇല്ല ഞാൻ ചുമ്മാ നോക്കണതാ. ഞാൻ നിങ്ങളെ ഹണ്ട് ചെയ്യാനൊന്നും വന്നതല്ല. ഒച്ചടോ കുഞ്ഞിനെ നോക്കൂ, കുഞ്ഞു സോ ക്യൂട്ട് ബേബി. ബാക്കിൽ ആരും കാണില്ല എന്ന് വെച്ചിട്ട് കുഞ്ഞുഞ്ഞുഞ്ഞുമായിട്ട് നടക്കുക. സോ ക്യൂട്ട്. ലാവൻഡർ പൂക്കളുണ്ട്. ഭംഗിയാലേ. ഞാനൊരു ബ്രിഡ്ജിലെത്തിയേ. ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് സദേൺ സ്റ്റേറ്റ്സ് എന്തോ ഫാക്ടറി ആയിരുന്നു, എന്തുവാന്നറിയില്ല. സിഗരറ്റിൻ്റെ ഇവിടെ കുറേ ഉണ്ടെന്ന് എനിക്കറിയാം. അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട് കണ്ടോ. ബോട്ടൊക്കെ പിടിച്ച് എല്ലാവരും നല്ലൊരു ഡേ എൻജോയ് ചെയ്യുക. രസമാണല്ലേ. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും പേടിയില്ലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം. പക്ഷെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുമായിരുന്നു കേട്ടോ, പക്ഷെ വെള്ളം പേടിയാണ്. ഇത് ബ്രിഡ്ജാണേ. ഇവിടെ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സെയിം റിവറിൻ്റെ ഭാഗങ്ങളാണ്. രസമാണ്. ഞാൻ എൻ്റെ വീട് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സോ വേറെ സ്ഥലത്തെ ഇതും കനാൽവാക്ക, നല്ല രസമാണ്. പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടയേർഡ്.